തലവേദനയോ വന്നാൽ ആശുപത്രിയിൽ പോകാൻ മടിയുള്ള നിരവധി പേരുണ്ട്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ തന്നെ മിക്ക മെഡിക്കൽ ഷോപ്പുകളിലും ഡോളോ 650 കിട്ടും. അതിനാൽ തന്നെ ചെറിയൊരു തലവേദന വരുമ്പോഴേക്കും ഡോളോ വാങ്ങി 3 നേരം വച്ച് ദിവസങ്ങളോളം കഴിക്കുകയും ചെയ്യും. ഏപ്രിൽ 14 US ആസ്ഥാനമായുള്ള ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പളനിയപ്പൻ മാണിക്യം പാരസെറ്റമോളിന്റെ ഒരു ബ്രാൻഡായ ഡോളോ 650ന്റെ വ്യാപകമായ ഉപയോഗത്തെക്കുറിച്ച് എക്സിൽ ചെറിയൊരു കുറിപ്പിട്ടിരുന്നു. ഇന്ത്യക്കാർ ഡോളോ 650 കാഡ്ബറി ജെംസ് പോലെയാണ് കഴിക്കുന്നത്. ഇതായിരുന്നു ആ കുറിപ്പ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു. പിന്നാലെ ഡോളോയുടെ ഉപയോഗത്തെക്കുറിച്ച് വ്യാപകമായ ചർച്ചയുമുണ്ടായി. മുൻപൊരു പനി വന്നാൽ ആളുകൾ പാരസെറ്റമോൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. COVID-19 മഹാമാരിയുടെ സമയത്താണ് ഡോളോ 650 ഇന്ത്യയിൽ ഇത്രയേറെ ജനപ്രിയമായത്. ആളുകൾ ഡോളോ വാങ്ങി സ്റ്റോക്ക് ചെയ്യാനും തുടങ്ങി. എന്താണ് ഈ രണ്ടു മരുന്നുകളും തമ്മിലുള്ള വ്യത്യാസം? പനി, മറ്റു വേദനകൾ എന്നിവ ചികിത്സിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വേദന സംഹാരിയാണ് പാരസെറ്റമോൾ. ഇത് ഗുളികകൾ, ക്യാപ്സ്യൂളുകൾ, സിറപ്പ്, പൊടി എന്നീ രൂപത്തിൽ ലഭ്യമാണ്. ചില ഗുളികകളിൽ പാരസെറ്റമോൾ അടങ്ങിയിട്ടുണ്ടാകും. അത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ പാരസെറ്റമോൾ കഴിക്കരുത്, കാരണം ഇത് ഓവർഡോസിലേക്ക് നയിച്ചേക്കാം. ഡോളോ 650 എന്നത് 650 മില്ലിഗ്രാം പാരസെറ്റമോളിന്റെ ബ്രാൻഡ് നെയിമാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരുമ്പോൾ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക.